ക്യൂബോട്ട് എന്ന ബ്രാൻഡിന്റെ ക്യൂബോട്ട് കിങ്കോങ് എക്സ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബോട്ട് കിങ്കോങ് എക്സ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. അതുമാത്രമല്ല MIL STD810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അപ്പം ബിൽഡ് ക്വാളിറ്റി എന്നുള്ളത് ഈ ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 10200 mAh ബാറ്ററി വരുന്നുണ്ട്. അത് വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. സാധാരണ നമ്മൾ 6000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് ഇതിൽ 10200 mAh ബാറ്ററി വരുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 16 GB റാമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ 256 GB ഇന്റേണലും വരുന്നുണ്ട്. 16 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 32 GB റാമൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഈ ഫോണിന്റെ ഫ്രണ്ടിൽ വരുന്ന ഡിസ്പ്ലേക്ക് പുറമെ ബാക്കിൽ ഒരു ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. 1.85 ഇഞ്ചിന്റെ ഒരു ചെറിയ ഡിസ്പ്ലേ ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഡിസ്പ്ലേയിൽ കോൾ വരുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യങ്ങൾ കാണിക്കും, മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ക്യാമറ വ്യൂ ഫൈൻഡർ ആയിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ആ ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഓഫർ കഴിഞ്ഞിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 16,700 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. നല്ലൊരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.58 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ വരുന്നില്ല. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്ര നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും അല്ല. അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചോൾ ഡിസൈനെങ്കിലും കൊടുക്കായിരുന്നു. ഇനി AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 100 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 5 MP മാക്രോ ലെൻസും മൂന്നാമത് ഒരു A ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓഫർ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് $199.99 ആണ്. അതായത് 16,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ അത്യാവശ്യം തിരക്കില്ലാത്തൊരു പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. 32 GB റാം വരെ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. അറ്റ്ലീസ്റ്റ് പഞ്ചോൾ ഡിസൈനെങ്കിലും അവർക്ക് കൊടുക്കായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റും തിക്നെസ്സും കൂടുന്നതായിരിക്കും. ബാറ്ററി കപ്പാസിറ്റി ഇത്രയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വെയിറ്റും തിക്നെസ്സും കൂടുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കി പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും ക്യൂബോട്ടിന്റെ കിങ്കോങ് എക്സ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും കൂടുന്നതായിരിക്കും. എനിക്ക് ഇത് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ഓക്കെ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.